ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഈ അമേരിക്കയിൽ കടലിലുണ്ടായിരിക്കുന്ന ഭൂകമ്പം അവിടെ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. നിരവധി പേരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആവർത്തിക്കപ്പെടുന്ന ദുരന്തമാണ്. ഈ സമാനമായ ഒരു സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. ഇതെത്രത്തോളം വ്യക്തമാണ്? കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ കേരളത്തിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട്. ഒന്ന്, കേരളം കടലിൽ നിന്ന് ഉണ്ടായി അല്ല കടൽ ഇറങ്ങി ഉണ്ടായ ഒരു പ്രദേശമാണ് കൂടുതൽ. കടലെടുത്തു പോകുമോ എന്നൊരു സംശയമുണ്ട് കേരളത്തിൽ. അത് വലിയൊരു സംശയമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ ക്ലൈമാറ്റ് സെൻറ്റർ എന്ന് പറയുന്നൊരു സ്ഥാപനം ഒരു പഠനം നടത്തിയിട്ടുണ്ട്. നാസ പലരും നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് 2050 ഇന്ത്യയിൽ മുംബൈ, ചെന്നൈ അങ്ങനെ എടുത്തു പോകുന്ന നഗരങ്ങളിൽ, ഈ കടൽ തീരത്തുള്ള മറീന ബീച്ച് അടക്കമുള്ള എടുത്തു പോകുന്ന നഗരങ്ങളിൽ കൊച്ചിയെ വളരെ സീരിയസ് ആയിട്ട് അവർ പറയുന്നുണ്ട്. കൊച്ചിയെ കടൽ നിരപ്പ് ഉയർന്നതിൻ്റെ ഭാഗമായി കൊച്ചി പട്ടണം ഇല്ലാതാകും, വൈപ്പിൻ ദ്വീപ് ഇല്ലാതാകും. വൈപ്പിൻ ദ്വീപ് ഉണ്ടായത് തന്നെ 1300-കളിൽ ഉണ്ടായ മുസിരീസ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ തുറമുഖം ഇല്ലാതായതിൻ്റെ അന്നത്തെ പ്രളയത്തിൻ്റെ ഭാഗമായി ഇല്ലാതായതിൻ്റെ ബാക്കി പത്രമാണ് ഒലിച്ചെടുത്തുകൊണ്ടുവന്ന സാധനങ്ങളോട് ചേർത്തൊക്കെയാണ് വൈപ്പിൻ ദ്വീപ് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ ഒരു പ്രളയത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ വൈപ്പിൻ ദ്വീപ് തന്നെ. കൊച്ചി നഗരത്തിന് ഇങ്ങനെ സംഭവിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഒരു കൊച്ചി മാത്രമല്ല, വൈക്കം പ്രദേശത്തെ അത് പറയുന്നുണ്ട്. ആ പഠനത്തിൽ പറയുന്നത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ബാംഗ്ലൂർ ആസ്ഥാനമുള്ള സെൻറ്റർ ഫോർ സ്റ്റഡീസ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് പോളിസി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥാപനമുണ്ട് ബാംഗ്ലൂരിൽ. അവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് തിരുവനന്തപുരം, കന്യാകുമാരി അത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് മുംബൈ, ചെന്നൈ. തൊട്ട് താഴെ വരുന്നതാണ് നമ്മളെ കൊച്ചി. പിന്നെ കന്യാകുമാരി, തിരുവനന്തപുരത്തെ കുറേ ശംഖുമുഖം പോലുള്ള കുറേ തീരപ്രദേശങ്ങൾ, കടലിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങൾ ആരെടുത്ത് പോകും? ഈ കടൽ നിരപ്പ് ഉയരുന്നതിൻ്റെ ഫലമായി കടലെടുത്ത് പോകാൻ സാധ്യത. അതിൽ ഏറ്റവും കൂടുതൽ ഭീഷണി നിൽക്കുന്ന ഒരു നഗരമാണ് ഏത്? കൊച്ചി എന്ന് പറയുന്ന നഗരം. ഏകദേശം ഒരു 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ കടൽ നിരപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചൂടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടനാട്, ഈ പറഞ്ഞു വന്ന കുട്ടനാടിനും ഈ ഒരു പ്രശ്നം വരാം. കുട്ടനാട് കടൽ നിരപ്പിന്റെ താഴെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. കുട്ടനാടിനും ഈ ഭീഷണി വളരെ സീരിയസ് ആയിട്ടുണ്ട്. ആഗോളതലത്തിലാണെങ്കിൽ ഒരു 3 മില്ലിമീറ്റർ ഒക്കെയാണ് കടലിന്റെ ചൂട്, ഈ കടൽ നിരപ്പ് ഉയരുന്നത്, ഈ ചൂട് കൂടുന്നത് കൊണ്ടതിന്റെ ഭാഗമായിട്ട്. പക്ഷേ കേരളത്തിൽ അതിനേക്കാൾ കൂടുതൽ കടൽ നിരപ്പ് ഉയരുന്നുണ്ട്. കൊച്ചിയുടെ തന്നെ 0.158 എന്ന് പറഞ്ഞാൽ 1-ന് താഴെയാണ്. എങ്കിൽ പോലും ഒരു വർഷം അത്രയും ചൂട് കൂടുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന 0.15 അല്ലെ 0.18 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനല്ല. നഞ്ച് എന്തിനാണ് നാനാഴി എന്ന് പറഞ്ഞാൽ കുറച്ച് മതിയല്ലോ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം സയനൈഡ് ഒരുപാട് വേണ്ട, കുറച്ച് മതി എന്ന് പറഞ്ഞാൽ കടലിന്റെ ചൂടെന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ പറയുന്ന 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 1/2 മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന് സഹിക്കാവുന്നതിന് അത്രയും ഉയരമായിരിക്കും. അപ്പോൾ കടൽ നിരപ്പ് സീരിയസ് ആയി വരികയും നമ്മുടെ തീരദേശത്തെ സീരിയസ് ആയി കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ്. അത് 2050 കൂടിയാണ് അത് പറയുന്നത്. ഇപ്പോൾ 2024 അങ്ങനെ 26 വർഷം എന്ന് പറയുന്നത് ഒരു പുരുഷായുസിന്റെ സമയമില്ല. അപ്പോൾ അത്രയും വേഗത്തിലാണ് കടൽ നിരപ്പ് ഉയർന്ന് നഗരം എടുത്തു പോകുന്ന 3 ടൈപ്പ് പഠനങ്ങളാണ് ലോകത്ത് വന്നത്. ഞാൻ ഈ പറഞ്ഞ നാച്ചറിന്റെ പഠനങ്ങൾ, നാച്ചർ മാഗസിനിൽ വന്ന പഠനം വന്നു, നാസയുടെ പഠനം വന്നിട്ടുണ്ട്. നാസയുടെ പഠനത്തെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല, കാരണം അവരൊക്കെ ആധികാരികമായി പഠിക്കുന്ന ഏജൻസിയാണ്. നാസയുടെ പഠനം വന്നു, ബാംഗ്ലൂർ ഏജൻസിയുടെ പഠനം. അപ്പോൾ ശാസ്ത്ര സമൂഹം വളരെ ഗൗരവമായി തീരദേശത്തുണ്ടാകുന്ന അത് 2 തരത്തിലാവാം. ഒന്ന് കടൽ നിരപ്പ് ഉയരുന്നതാവാം, പിന്നെ ഇപ്പോൾ കാലിഫോർണിയയിൽ ഉണ്ടായതുപോലുള്ള സുനാമികളുടെ ഭാഗമായി വരുന്ന കടലിലുണ്ടാകുന്ന മാറ്റവും വരാം. പിന്നെ കടൽക്കാറ്റും ഉണ്ടല്ലോ, നമ്മൾ ഈ ചക്രവാതം പോലുള്ള പ്രശ്നങ്ങളുമുണ്ട്. പക്ഷെ എന്നാലും കടലിന്റെ നിരപ്പ്, കടലിന്റെ ചൂട് കൂടുന്നതുകൊണ്ട്, കടൽ നിരപ്പ് ഉയരുന്നത് കൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പോകുന്ന കരകളിൽ വളരെ പ്രധാനമാണ് നമ്മുടെ കൊച്ചി. ഇത് വളരെ പ്രധാനമായ ഒരു പിന്നെ കൊച്ചിക്ക് അകത്താണെങ്കിൽ പിന്നെ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും പ്രളയവും അത് വേറെ കഥ. മഴ പെയ്താൽ ഇപ്പൊ കളമശ്ശേരിയിൽ നമ്മൾ എന്തുണ്ടായി? മേഘവിസ്ഫോടനം ഉണ്ടായി. അതെ. അപ്പം ഇതൊന്നും നല്ല സൂചനകളല്ല. നമ്മൾ പ്രകൃതിയുടെ ഇതൊന്നും ആരെയും പേടിപ്പിക്കാൻ പറയുന്നതല്ല. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇതെല്ലാം നാളെ രാവിലെ സംഭവിക്കുമോ എന്ന് ചോദിച്ചിട്ട് നാളെ രാവിലെ സംഭവിച്ചില്ലെങ്കിൽ നമ്മളെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം ശാസ്ത്രം എപ്പോഴും പ്രോബബിലിറ്റി ആണല്ലോ പറയുന്നത്. സാധ്യതകൾ ഇന്നത്തെ സംവിധാനം അനുസരിച്ച് പോവുകയാണ്. കാരണം അതിനുശേഷം ഭൂമിക്കുണ്ടാകുന്ന മാറ്റം, മനുഷ്യനുണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചാൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരുമായിരിക്കും. അപ്പൊ ഈ അമേരിക്കൻ നടന്ന ആ സംഭവമായിട്ട് ആണോ ഇതിനെ താരതമ്യം ചെയ്യുന്നത്? അല്ല, അമേരിക്കയിൽ നടന്നതുപോലെ അങ്ങനെ താരതമ്യം ചെയ്തില്ലെങ്കിൽ അവിടെ ആ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ രൂപത്തിൽ രണ്ടും ഇതെല്ലാം ഗ്ലോബൽ വാർമിങ്ങിന്റെയും ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥ മാറ്റത്തിന്റെ ഫലമായി കഴിഞ്ഞ 200 വർഷങ്ങളായി ഭൂമിക്ക് സംഭവിച്ചിട്ടുണ്ട്. വേഗത കൂടി എന്നുള്ളതാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ, കടൽ നിരപ്പ് ഉയർന്നു. പക്ഷേ അതിന് നൂറ്റാണ്ടുകൾ എടുക്കും.
ഇപ്പം 100 വർഷത്തിലൊരിക്കൽ പ്രളയം വരുമെന്ന് പറയുന്ന പോലെ. പക്ഷെ ഇപ്പം അതല്ല, അതിൻ്റെ വേഗത കൂടി, വളരെ വേഗത കൂടി. അപ്പം നേരത്തേക്ക് ആണെങ്കിൽ ഒരാളിന് ഷുഗർ BP ഒക്കെ വന്നത് ഒരു പ്രായമുണ്ട്, പറ്റുള്ള പ്രായം കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ വരുമെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ വേഗത അങ്ങ് കൂടിപ്പോയി, ഈ ടൈം കുറഞ്ഞു. അപ്പം ചെറിയ കാലയളവിൽ തന്നെ ഇത് ഭയങ്കരമായ ഉണ്ടാവുന്നു. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. ഒരിക്കലും വരില്ല എന്ന് സുരക്ഷിതമായിരിക്കുന്ന സ്ഥലങ്ങളിലാണ് പല പ്രതിഭാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ നല്ല ലക്ഷണമല്ല. അപ്പം കേരളത്തിലെ അത് കൊച്ചിയാണ് ഏറ്റവും കൂടുതൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയിൽ നിൽക്കുന്ന നഗരം കൊച്ചിയാണ്. കൊച്ചി ആദ്യം കടലെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കുട്ടനാട് താഴ്ന്നു പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇപ്പൊ കുട്ടനാട് പ്രദേശത്ത് നിന്ന് ഒരുപാട് ആളുകൾ ചങ്ങനാശ്ശേരി ഭാഗത്തോട്ടൊക്കെ എന്ത് ചെയ്യുന്നു, മാറി താമസിച്ചു തുടങ്ങി. കുട്ടനാടിന് ആളുകൾ മാറി തുടങ്ങി. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടനാടിന് ആളുകൾ മാറി തുടങ്ങി. കൊച്ചിക്കും ഈ പ്രശ്നം സീരിയസ് ആയിട്ട് വരും. കൊച്ചിയെ വെള്ളം കൊണ്ട് തന്നെ കൊച്ചിക്ക് മുറിവേൽക്കും. ഒന്നുകിൽ കരയിലെ വെള്ളം, അല്ലെങ്കിൽ കടലിലെ വെള്ളം. വെള്ളം കൊണ്ട് മുറിവേൽക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സിറ്റിയാണ്, ആദ്യത്തെ സിറ്റിയാണ് കൊച്ചി. ഇത് എൻ്റെ ഒരു പ്രവചനമൊന്നുമല്ല. പഠനങ്ങളുടെ വെളിച്ചത്തിൽ ശാസ്ത്രലോകം, ഇന്ത്യയിലെ ശാസ്ത്രലോകവും അമേരിക്കയിലെ ശാസ്ത്രലോകവും നാസയും എല്ലാവരും നൽകുന്നൊരു മുന്നറിയിപ്പാണ്. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, തീരങ്ങളെക്കുറിച്ചുള്ള കോസ്റ്റൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യം ഇല്ലാതാകാൻ പോകുന്ന, നശിക്കാൻ പോകുന്ന, കടൽ നിരപ്പ് കൊണ്ട് ഇല്ലാതാകുന്ന, കടലെടുത്തു പോകുന്ന ഒരു നഗരം കൊച്ചി തന്നെയായിരിക്കും. അത് ഈ ഉള്ളിലുണ്ടാകുന്ന ഈ ഒരു ഭൂകമ്പം തന്നെ, ഭൂകമ്പമാവാം, സുനാമി ആവാം, ചൂട് കൂടുന്നതും ആവാം. ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കടൽ നിരപ്പുയരും, കടലിന്റെ നിരപ്പുയരും. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അവ എന്ത് ചെയ്യും? കരയിലോട്ട് കയറും. കടലിന് ബാലൻസ് ചെയ്ത് വെള്ളം കിടക്കണമല്ലോ. വെള്ളം കിടക്കാൻ വേണ്ടി കരയിലോട്ട് കയറും. കര എടുത്തു പോകും. കര എടുത്തു പോകും എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും എന്ത് ചെയ്യും? അത് കര കൊടുക്കുകയും ചെയ്യും അങ്ങോട്ട്. വേറെ എവിടെയെങ്കിലും കര ഇങ്ങോട്ട് ഇറങ്ങും, ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണല്ലോ, വെള്ളം ബാലൻസ് ചെയ്താണ് കിടക്കുന്ന കടലിൽ. അല്ലാതെ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് പോയി കര എടുത്തുകൊണ്ട് പോയെന്ന് വിചാരിച്ചിട്ട് അത്രയും കൂടെ കരഭാഗത്തോട്ട് കയറി കിടക്കുകയല്ലേ ചെയ്യുന്നത്. വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് കൊടുക്കും. ഒന്നുകിൽ ഒരു സ്ഥലത്ത് കൊടുക്കും, ഒരു സ്ഥലത്ത് എടുക്കും. അതേത് ഡയറക്ഷനിലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കടൽ എടുക്കുകയും ചെയ്യും, കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ തിരുവനന്തപുരത്ത് തുമ്പ, സെന്റ് സേവേഴ്സ്, ആൾ സയൻസ് കോളേജിലൊക്കെ നടന്നു നോക്കും, ഗ്രൗണ്ടിൽ കൂടെ നടന്നു നോക്കും, മണലാണ്. അതെ, അതിന്റെ അർത്ഥം എന്താ? പണ്ട് കടൽ പ്രദേശം കയറി കിടന്ന സ്ഥലമാണ്. കടൽ അവിടെ ഇറങ്ങിയതാ, ശംഖുമുഖത്ത് ഇറങ്ങിയപ്പോൾ കടലിന്റെ അങ്ങേക്കരയിൽ എവിടെയോ കയറിയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് കയറിയല്ലേ ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതുണ്ടല്ലേ, അത് വേറൊരു ഭാഗത്തേക്ക് വേറെ ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങി. ഇപ്പൊ ഇവിടെ വെള്ളം കിടക്കുന്നു, ഇത് കരഭാഗമാണെങ്കിൽ കരഭാഗത്ത് നിന്ന് കടൽ വലിഞ്ഞു, ഉൾവലിയാണ്. അങ്ങോട്ടോട്ട് വലിഞ്ഞാൽ ആ വെള്ളം എന്ത് ചെയ്യും? സമ്മർദ്ദം കൊടുത്ത് വേറെ സ്ഥലത്തേക്ക് കയറുന്ന സ്ഥലത്തുള്ള ആളുകളെയും കൊണ്ടുപോകും. ഇറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് ബെനിഫിറ്റ് കിട്ടും, നമുക്ക് കര കിട്ടും. ഇപ്പൊ കിട്ടിയല്ലോ, ഞാൻ പറഞ്ഞ സ്ഥലത്തെല്ലാം കര കിട്ടിയല്ലോ. പക്ഷെ അപ്പുറത്ത് എന്ത് ചെയ്യും? കുറച്ച് ആളുകളെ കൊണ്ടുപോകും. ചൂട് വരുമ്പോൾ തിരിച്ചാണ് സംഭവിക്കുന്നത്, ഇവിടത്തേക്കായിരിക്കും വെള്ളം കയറുന്നത്. അപ്പൊ ഈ സമ്മർദ്ദം എല്ലാം കൂടെ വന്നിട്ട് കൊച്ചിയിലേക്ക് കയറുമ്പോൾ അതിന്റെ അർത്ഥം മറ്റേതോ കരയിലോട്ട് ചിലപ്പോൾ എന്ത് സംഭവിക്കാം? അവിടെ നിന്ന് വെള്ളം ചിലപ്പോൾ നല്ല ഫോഴ്സിലാണ് ഇറങ്ങുകയും ചെയ്യാം. അപ്പം ഈ ബാലൻസിങ് ആര് ചെയ്തുകൊണ്ടിരിക്കും? ഭൂമി ചെയ്തുകൊണ്ടിരിക്കും. ഈ ബാലൻസിങ് ചെയ്തില്ലെങ്കിൽ ഭൂമിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിൽക്കാൻ പറ്റില്ല. അല്ല, ഇതിനകത്ത് അങ്ങനെ ഒരു പരിഹാരം നമുക്ക് പരിഹാരം എന്ന് പറയുന്നത് ഇതെല്ലാം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നമ്മുടെ ശരീരസ്ഥിതി നമ്മൾ മനസ്സിലാക്കിയല്ലേ ജീവിക്കുന്നത്. നമ്മുടെ ഭക്ഷണം, കാലാവസ്ഥ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടില്ലേ? മഴയുണ്ടെങ്കിൽ കുറെ എടുക്കും, വെയിലുണ്ടെങ്കിൽ തള്ളത്തോട്ട് ഇറങ്ങിക്കും, അങ്ങനെയല്ലേ മനുഷ്യർ ജീവിക്കുന്നത്. അതുപോലെ ഇൻഡിവിജ്വലായി നമ്മൾ അങ്ങനെ നോക്കും പോലെ റോഡിൽ വാഹനം വരും, നമ്മൾ എടുത്തോട്ട് സ്പീഡ് എടുക്കൂലല്ലോ. വേറെ വാഹനം കണ്ടാൽ നമ്മൾ മര്യാദയ്ക്ക് സ്പീഡിലേ പോകും. ഒരു വാഹനം വലിയ നല്ല സ്പീഡിന് പോകും, ഹർത്താലിനൊക്കെ നല്ല സ്പീഡിന് പോകും നമ്മൾ. അപ്പം സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറുന്നില്ലേ? പ്രകൃതിയുടെ സാഹചര്യം മാറി, ഭൂമിയുടെ സാഹചര്യം മാറി, കാലാവസ്ഥ മാറി, ഭൂമിയുടെ ചൂടിന്റെ മാറി, സൂര്യന്റെ അളവിൽ മാറ്റം വരുന്നു, ചൂടിൽ മാറ്റം വരുന്നു. അപ്പം ആഗോളതാപനം വലിയൊരു യാഥാർത്ഥ്യമാണ്, മുന്നിലുണ്ട്. ഭൂമി ചൂടാവുന്നു എന്നുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് വലിയൊരു പ്രശ്നമാണ് ഇവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. മീഥൈൻ അന്തരീക്ഷത്തിൽ കയറി നിൽക്കുകയാണ് ഒരുപാട്, അത് പ്രശ്നമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഇത് മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള ജീവിതക്രമങ്ങൾ രൂപപ്പെടുത്തിയാൽ പരമാവധി നമുക്ക് എന്ത് കുറയ്ക്കാം? അപ്പോഴും ചത്തവും പണ്ടൊരാരാ പറഞ്ഞു, അപ്പോഴും നമുക്ക് നാശം വരും. പക്ഷെ നാശത്തിന്റെ അളവ് കുറയ്ക്കാം, മനുഷ്യന്റെ ജീവനെ കുറയ്ക്കാം, സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക്. ഇനിയിപ്പോ ഭൂമിയെ നമുക്ക് ചിലപ്പോൾ സുരക്ഷിതമായ സ്ഥലവും അരക്ഷിതമായ സ്ഥലവും എന്നൊക്കെ കാണേണ്ടി വരും. ഇന്നലെ വരെ നമ്മൾ അങ്ങനെ കണ്ടിരുന്നില്ല. എവിടെയും സുരക്ഷിതമായിരുന്നു എന്നാണ് മനുഷ്യർ ചിന്തിച്ചത്. ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. സുരക്ഷിതമായ സ്ഥലമുണ്ട്, കൂടുതൽ സുരക്ഷിതമായ സ്ഥലമുണ്ട്, അരക്ഷിതമായ സ്ഥലമുണ്ട്, കൂടുതൽ അരക്ഷിതമായ സ്ഥലവുമുണ്ട്, കൂടുതൽ പ്രതിസന്ധിയുള്ള സ്ഥലമുണ്ട്. അതിൽ പെടുന്നതാണ് കൊച്ചിയൊക്കെ. അപ്പൊ ഇനിയിപ്പോൾ അവിടെ വ്യാപകമായ സിറ്റിയൊന്നും ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടികളിലേക്ക് പോകരുത്, നമ്മൾ മറ്റു സ്ഥലത്തേക്കൊക്കെ മാറണം. അങ്ങനെയാണ് ലോകത്തെല്ലാം ഉപഗ്രഹ നഗരങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയല്ലേ? പ്രധാന നഗരങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾ സാറ്റലൈറ്റ് സിറ്റികൾ ഉണ്ടാക്കും.
അപ്പോൾ കൊച്ചിയെ ഇനി വിടണം നമ്മൾ. കൊച്ചിയെ വിട്ടിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഉപഗ്രഹ നഗരങ്ങളൊക്കെ വളർത്തി മറ്റ് സ്ഥലത്ത് തൃപ്പൂണിത്തുറ, ആലുവ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളകത്തോട്ട് കിടപ്പുണ്ട്, അങ്കമാലിയൊക്കെ ഉണ്ടല്ലോ. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം. കൊച്ചിയെ ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യരുത്, അതിൻ്റെ ക്യാരിങ് കപ്പാസിറ്റി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി കൊച്ചിയെ ഒരുപാട് ഉപദ്രവിക്കരുത്. പലതരത്തിൽ കൊച്ചി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന പഠനം കടൽ കയറി കൊച്ചി ചിലപ്പോൾ കടൽ നിരപ്പ് ഉയർന്നതിൻ്റെ ഫലമായി കൊച്ചി ചിലപ്പോൾ എടുത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.